അപ്പോൾ അങ്ങനെ EMSത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി മത്സരിക്കുന്നു. അത് CPM-ഉം കുറച്ച് ചെറിയ പാർട്ടികളുമാണ് 1970 മത്സരിക്കുന്നത്. രണ്ടാമത്തെ മുന്നണി കോൺഗ്രസും CPI-യും അവരിതിന് തൊട്ട് മുമ്പ് അവർ സർക്കാരുണ്ടാക്കി ഭരിച്ചതാണ്. ഒടുക്കം അത് താഴെ വീഴുകയായിരുന്നു. അപ്പോൾ ആ ഒരു മുന്നണി കോൺഗ്രസും CPI ഉള്ളത്. പിന്നെ മൂന്നാമതൊരു മുന്നണി കൂടി ഉണ്ടായിരുന്നു, മത്സരിക്കുന്നുണ്ട്. മൂന്നാമത്തെ മുന്നണി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? കേരള കോൺഗ്രസും സംഘടനാ കോൺഗ്രസും, അതായത് സീനിയർ കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള സംഘടനാ കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ മൂന്നാം മുന്നണി. എന്നാൽ ഇന്ദിരാഗാന്ധി വന്ന് കേരളത്തിൽ മുഴുവൻ പ്രചാരണം നടത്തി, ഗംഭീരമായിരുന്നു. അങ്ങനെ കോൺഗ്രസ് CPI മുന്നണി ജയിച്ചു. ഈ കോൺഗ്രസ് CPI മുന്നണി ജയിച്ചിട്ട് അപ്പോൾ ഒരു റെക്കോർഡ് അവിടെ പിറക്കുക. കേരളത്തിൽ ആദ്യമായി ഭരണ തുടർച്ച വരികയാണ്. ഭരണ തുടർച്ച ആദ്യമായിട്ട് വരുന്നത് ഈ 1970 ഇലക്ഷന് ശേഷം. അതായത് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് CPI കോൺഗ്രസ് മുന്നണി തന്നെ വീണ്ടും ഭരിക്കുകയാണ്. പിണറായി വിജയന്റെ സർക്കാർ അല്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് അതൊരു അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഭരണ തുടർച്ച. അങ്ങനെ അതിനുശേഷം പിന്നീട് വന്നതാണ് പിണറായിയുടെ ഈ വർഷത്തെ ഗവൺമെൻറ്. ഈ 1967 EMSൻ്റെ നേതൃത്വത്തിൽ ഒരു സപ്തകക്ഷി മുന്നണിയാണ് ഉണ്ടായത്. അപ്പം അവർ ഒരു ഭൂപരിഷ്കരണ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. അതെ, അവർ ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലാണ് കൊണ്ടുപോയത്. അപ്പോൾ ചോദ്യം, ആരാണ് ഭൂപരിഷ്കരണ ബില്ല് കൊണ്ടുവന്നത്? അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഭൂപരിഷ്കരണ ബില്ലും കാർഷിക ബന്ധന ബില്ലും ഒക്കെ തമ്മിലുള്ള ബന്ധമെന്തോ. അപ്പോൾ 1957 ഗൗരിയമ്മയാണ് കാർഷിക ബന്ധന നിയമം കൊണ്ടുവന്നത്. പക്ഷേ അതിനകത്തെ പല ഭാഗങ്ങളും പിന്നീട് കേസ് കൊടുത്തു, വിമോചന സമരമൊക്കെ നടന്നല്ലോ. അപ്പോൾ പല ഭാഗങ്ങളും സുപ്രീം കോടതിയും ഹൈക്കോടതിയും റദ്ദാക്കി. അതിനുശേഷം പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയായിരുന്നു. അതിൽ PT ചാക്കോ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. പുള്ളി കൊണ്ടുവന്നതാണ് ഭൂപരിഷ്കരണ നിയമ ബില്ല്. ആ ബില്ലിൽ പക്ഷേ എന്തായിരുന്നു? ആ ബില്ല് ഭൂവുടമകൾക്കും മറ്റും ജന്മിമാർക്കും ഒക്കെ അനുകൂലമായിരുന്നു ആ ബില്ല്. അത് കഴിഞ്ഞ് 1967 ഇപ്പോൾ 67 തൊട്ട് മുമ്പുള്ള ഗവൺമെൻറ് EMSൻ്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അവർ ഇത് കർഷക തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്ന വിധം അവരെന്ത് ചെയ്തു? ഭൂപരിഷ്കരണ ബില്ല് ഭേദഗതി ചെയ്ത് ഒരു ബില്ല് അവതരിപ്പിച്ചു. ഇത് അവർ പാസ്സാക്കി. ബില്ല് അവതരിപ്പിച്ചു നിയമസഭയിൽ, അവരത് പാസ്സാക്കി. പക്ഷേ അത് നടപ്പാക്കുന്നതിന് മുമ്പ് EMS ഗവൺമെൻറ് വീണു. അപ്പോൾ തൊട്ട് പുറകിൽ ആര് വന്നു? CPI കോൺഗ്രസ് അച്യുതമേനോന്റെ ഗവൺമെൻറ് വന്നു. അവർ വന്ന് എന്ത് ചെയ്തു? അവരിത് വന്ന് നടപ്പാക്കി. അവരിത് ഭൂപരിഷ്കരണ നിയമ ഭേദഗതി ബില്ല് നടപ്പാക്കി. എന്നിട്ട് അവരതിൻ്റെ ക്രെഡിറ്റ് എടുത്തു. അച്യുതമേനോനും അന്നത്തെ റവന്യൂ മന്ത്രി, നടപ്പാക്കിയ റവന്യൂ മന്ത്രി ആരാണ്? KT ജേക്കബാണ്. അപ്പോൾ ആ ക്രെഡിറ്റ് എടുത്തപ്പോഴത്തേക്ക് CPM-കാർ ഭയങ്കര വയലൻ്റായി. ഇതിൽ മട്ടന്നൂർ എന്ന് പറയുന്നത് കണ്ണൂരാന്ന് തോന്നുന്നു. മട്ടന്നൂർ ചാപ്പശ്ശേരിയിൽ അങ്ങനെ അച്യുതമേനോൻ്റെ ഈ മന്ത്രിസഭ അടിയന്തരാവസ്ഥ 1975 വരുന്നുണ്ട്. അത് കാരണം 1970 മുതൽ 77 വരെ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രിസഭ നിലനിന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ കാലം അടുപ്പിച്ച് മന്ത്രിസഭ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ റെക്കോർഡ് അച്യുതമേനോനാണ് ഇപ്പോഴും. ഓക്കെ, അങ്ങനെ അച്യുതമേനോൻ്റെ ആദ്യം മന്ത്രിസഭ, അതായത് ഈ രണ്ടാമത്തെ മന്ത്രിസഭ ആദ്യം രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരതിൽ പങ്കാളിയാവുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധിക്ക് അടക്കം ഈ മന്ത്രിസഭ നിലനിൽക്കും എന്ന് സംശയമുണ്ട്. കാരണം കേരളത്തിൻ്റെയും തിരുക്കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ഒക്കെ ചരിത്രം അസ്ഥിരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഭരണം പൂർത്തീകരിക്കാറില്ല, കാലാവധി പൂർത്തീകരിക്കുന്ന ഒരു പ്രവണത കേരളത്തിലില്ല. അപ്പം ഇങ്ങനെ ഒരു വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഈ മന്ത്രിസഭ നിൽക്കുന്നത്. കാര്യമായ ഭൂരിപക്ഷമൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പം ഇതും വീഴുമെന്നാണ് ഇന്ദിരാഗാന്ധി കണക്കൂട്ടുന്നത്. അങ്ങനെ ഇവർ മന്ത്രിസഭയിൽ പങ്കാളികളാവുന്നില്ല. പക്ഷേ അതിനുശേഷം ഒരു ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു. അതിൽ ഉഗ്രം വിജയമാണ് കോൺഗ്രസിനും CPI മുന്നണിക്കും കിട്ടുന്നത്.
അതോടെ കോൺഗ്രസ്സുകാർ മന്ത്രിസഭയിൽ കയറാം എന്നുള്ള നിലയിലാകുന്നു. ഇന്ദിരാഗാന്ധിക്ക് ബോധ്യമാകുന്നു അച്യുതമേനോൻ്റെ സർക്കാർ നിലനിൽക്കും, അച്യുതമേനോനെ ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് പുള്ളിക്കാരിക്ക് ബോധ്യമാകുന്നുണ്ട്. അങ്ങനെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു. ഈ പറഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ ജയിക്കുന്നു. ആ ഒരു ഇലക്ഷനിലാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറി നടക്കുന്നത്. ആ അട്ടിമറിയാണ് കാസർഗോഡ് സീറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറമ്പാല കൃഷ്ണൻ നായനാർ അല്ലെങ്കിൽ ഇ.കെ. നായനാർ. ഇ.കെ. നായനാറിന് ഉള്ള റെക്കോർഡ് എന്താണ്? എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയതാണ്. ഏറ്റവും കൂടുതൽ തവണ എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് കരുണാകരനാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഡ്യൂറേഷൻ മുഖ്യമന്ത്രിയായത് ഇ.കെ. നായനാരാണ്. ഏറ്റവും കൂടുതൽ അടുപ്പിച്ച് മുഖ്യമന്ത്രിയായത് അച്യുതമേനോൻ, ഏറ്റവും കൂടുതൽ കാലം ഇ.കെ. നായനാർ, ഏറ്റവും കൂടുതൽ തവണ കരുണാകരൻ. അങ്ങനെയാണ് റെക്കോർഡ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് ലോകസഭ. അന്ന് പുള്ളി മുഖ്യമന്ത്രി ആയിട്ടില്ല. പുള്ളി മുഖ്യമന്ത്രിയാകുന്ന ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായി തുടങ്ങുന്ന 1980-കളിലാണ്. 80-കളാണ് ഇ.കെ. നായനാറുടെ കാലം. EMS സജീവ രാഷ്ട്രീയത്തിൽ നിന്നും, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷമാണ് EMS വരുന്നത്. ഇ.കെ. നായനാർ EMS സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയതിനു ശേഷമാണ് ഇ.കെ. നായനാർ സീനിലേക്ക് വരുന്നത്. അത് 80-കളുടെ തുടക്കമാണ്. അപ്പോൾ ഇതിപ്പോൾ 70-കളുടെ കാലമാണ്. അങ്ങനെ ഇ.കെ. നായറിനെ തോൽപ്പിച്ചതാണ് ഇന്ന് LDF മന്ത്രിയായിരിക്കുന്ന എന്തായിരുന്നു, ഞാൻ കണ്ടതാണ് കോൺഗ്രസ് എസിന്റെ മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ. പുള്ളിയാണ് അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ്. അന്ന് കോൺഗ്രസിലാണ് പുള്ളിയാണ് ഇ.കെ. നായനാറിനെ അട്ടിമറിക്കുന്നത്.